എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ലണ്ടൻ നാഷണൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്കാണ്. നാഷണൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ മെട്രോയിൽ വന്ന് അണ്ടർഗ്രൗണ്ട് ക്രോസ് ചെയ്ത് ജസ്റ്റ് അണ്ടർഗ്രൗണ്ട് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ നാഷണൽ മ്യൂസിയമാണ് കാണുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് ഒരു മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. കാണുന്നതാണ് നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം. ഞങ്ങളിവിടെ പ്രീ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ പ്രീ ബുക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടെ ചെന്ന് നമുക്ക് കുറച്ച് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരും. പക്ഷേ ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ഉള്ളിലോട്ട് കയറി പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് ഫീസായിട്ട് ഒരു പൈസ അവർ എടുക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡൊണേഷൻ കൊടുക്കാവുന്നതാണ്. അവരുടെ മെയിൻ്റനൻസിനൊക്കെ ആയിട്ട് ഡൊണേഷൻ കൊടുത്ത് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവിടെ ചെന്ന് ടാപ്പ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉള്ളതാണ്. അതുപോലെ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന വലിയ ഒരു ദിനോസറിൻ്റെ സ്കെൽട്ടനാണ് നമുക്ക് കാണുന്നത്. ഭയങ്കര വലിയ, നമ്മൾ ഒത്തിരി സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ആ ഇത്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഒരു ജിറാഫും അതുപോലെ തന്നെ അതിൻ്റെ സ്കെൽട്ടനുമുണ്ട്. ജിറാഫിൻ്റെ സ്കെൽട്ടൻ കാണുമ്പോൾ തന്നെ നമ്മൾ ജിറാഫിൻ്റെ സ്കെൽട്ടനും അതുപോലെ തന്നെ ശരിക്കും ജിറാഫ് ഒരു സ്റ്റഫ് ചെയ്ത് വെച്ചേക്കും ജിറാഫിനെ. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഒരു വലിയൊരു ഫിഷിനെ വലിയൊരു ജാറിലിട്ട് വെച്ചേക്കുക, ഫോർമാലിനകത്തിട്ട് വെച്ചിരിക്കുന്നു. എന്ത് ഫിഷാണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടുത്തെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ദിനോസറിൻ്റെ സ്കെൽട്ടൻ തന്നെ. പക്ഷെ അത് ഒറിജിനൽ സ്കെൽട്ടനാണ്. അവരത് ഫ്യൂസ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതൊരു പവിഴപ്പുറ്റ് അത് വളരെ ഭംഗിയായിട്ട് അവർ ഗ്ലാസ്സിനകത്താണ് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് തൊടാനൊന്നും പറ്റില്ല. അവർ ഗ്ലാസ്സിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പോകുന്നു മാമൽസിൻ്റെ അടുത്താണ്. അവിടെ ഒരു കുതിര, ഒരു മനുഷ്യൻ, അതുപോലെ തന്നെ ഒരു ഡോഗ്. ഇതിനെല്ലാത്തിനെയും ഇങ്ങനെ നടുവെ മുറിച്ച് വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് ഒത്തിരി മൃഗങ്ങളൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൃഗങ്ങളും മാമൽ സൈഡിലെല്ലാം ഒത്തിരി സാധനങ്ങൾ എല്ലാത്തിനും സ്റ്റഫ് ചെയ്തു. പക്ഷേ സ്റ്റഫ് ചെയ്താണെങ്കിൽ നല്ല ഒറിജിനാലിറ്റി ഉള്ള സ്റ്റഫിങ് ആണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ദിനോസറിൻ്റെ തന്നെ വേറൊരു സ്കെൽട്ടൻ ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറേ എലികളും വവ്വാലുകളും പറക്കുന്ന ഓന്ത്, ചീറ്റ, സിംഹം, പുലി, അങ്ങനെ അതിനൊക്കെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് ചെയ്യുന്നത് നല്ല ഒറിജിനാലിറ്റിയോടെ വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും നല്ല സ്റ്റഫ് ചെയ്ത്. സിംഹമൊക്കെ ഉണ്ടല്ലോ, നല്ല ഒറിജിനലായിട്ടിരിക്കുന്ന സിംഹം. പുലിയാണെങ്കിലും അപ്പുറത്ത് വലിയൊരു കരടി, എന്നെക്കാട്ടിലൊക്കെ പൊക്കത്തിലുള്ള നല്ല പൊക്കമുള്ള കരടീനെയാണ്. കുഞ്ഞിക്കരടികളും കരടീൻ്റെ വല്ല വെറൈറ്റി ആയിട്ട് കുറേ കരടികൾ നമ്മുടെ നാട്ടിൽ കാണുന്ന കൂട്ട് കരടിയില്ലേ, ബ്ലാക്ക് കരടി, അതുകൊണ്ട്. അതുപോലെ തന്നെ ഹിമക്കരടിയാണിത്. അടുത്ത വീഡിയോ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.